ആത്മാഭിമാനമുള്ള ഭാരതീയർ പ്രതികരിച്ചു. മാതൃരാജ്യസ്നേഹ പ്രചോദിതമായ ആ പ്രതികരണങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ദീപന്തം ആളിക്കത്തി. അധികാര ശക്തിക്കെതിരെ സായുധ സമരമല്ല, സഹന സമരമാണ് ആയുധമെന്ന അപൂർവ സമവാക്യവുമായി മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന് ഉജ്ജ്വലതയേകി. ഇന്ത്യൻ മനസാക്ഷി കുറെ കൂടി ശക്തമായ ചെറുത്തുനിൽപ്പ് തുടങ്ങി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതോടെ ഉത്തരവാദപ്പെട്ട ഇന്ത്യൻ കൈകളിലേക്ക് അധികാരം കൈമാറി. തങ്ങൾക്കു ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ തട്ടകത്തിൽ ചുവടൂന്നി ഇന്ത്യ പടുത്തുയർത്തിയ ഈ സ്വാതന്ത്ര്യം ഇന്ന് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമായി മാറ്റുകയല്ലേ നമ്മൾ? ബന്ധും ഹർത്താലും അവധി ദിനങ്ങളായി കൊണ്ടാടുകയും ലഹരികളിലൂടെയും കൃത്രിമാഹാരങ്ങളിലൂടെയും വസ്ത്രാഡംബരങ്ങളിലൂടെയും എണ്ണമറ്റ സുഖോത്തേജനങ്ങൾ തേടിയുള്ള നമ്മുടെ ഈ ഭ്രാന്തൻ പാച്ചിൽ എങ്ങോട്ടാണ്? ഇന്റർനെറ്റും ഇമെയിലും വാർത്താവിനിമയ രംഗത്ത് അത്ഭുതം സൃഷ്ടിക്കുമ്പോൾ മത്സരാധിഷ്ഠിത കമ്പോളത്തിൽ പിടിച്ചു നിൽക്കുവാൻ ചാനലുകൾ തട്ടിക്കൂട്ടുന്ന റിയാലിറ്റി ഷോകളുടെയും സീരിയലുകളുടെയും നീരാളിപ്പിടുത്തത്തിലമർന്ന നമ്മുടെ കുടുംബ സദസ്സുകൾ ഈ ഭ്രമാത്മക ലോകത്തിന്റെ ചരടുവലിക്കൊത്തു നീങ്ങുന്ന വെറും പാവകളായി പോകുന്നു നമ്മൾ. ഇന്നെന്താ മനുഷ്യ, നിങ്ങൾ ഓഫീസിൽ പോയില്ലേ? നീ ഇന്നത്തെ പത്രം കണ്ടില്ലേ? നാളെ ഹർത്താൽ, അപ്പോൾ ഇന്നൊരു ലീവ്. ഇങ്ങനെ ഒരു മടിയനായ ഭർത്താവിനെയാണല്ലോ ദൈവമേ എനിക്ക് കിട്ടിയത്. എവിടെ എന്റെ കോസ്റ്റ്യൂം നോക്കട്ടെ. ഇതാരെങ്കിലും എലിമിനേഷൻ ഇടൂ? ഇത് വേണ്ടെങ്കിൽ വേണ്ട, അടുത്ത ഓഡീഷൻ വരികയില്ലേ, അതിനുപയോഗിക്കാം. ഓ, നിന്റെ ബുദ്ധി സമ്മതിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യ സമര പെൻഷനെ കുറിച്ച് എന്തെങ്കിലും പത്രത്തിലുണ്ടോ മോനെ? ഓ, ഒരു സ്വാതന്ത്ര്യ സമര പെൻഷൻ. നിങ്ങൾ പോയി ബ്ലാക്ക് ഷെയ്ഡ് ഉള്ള കോസ്റ്റ്യൂം വാങ്ങിക്കൊണ്ടുവരൂ. ഈ കണക്കിന് അമ്മയും മകളും എന്നെ എലിമിനേറ്റ് ചെയ്തു തന്നെ. നീ പോയി ഏതെങ്കിലും ചാനൽ വെച്ച് എലിമിനേഷന് പ്രാക്ടീസ് ചെയ്യുമോളെ. അതിന് മുത്തശ്ശി റിമോട്ട് തന്നിട്ട് വേണ്ടേ? അമ്മേ, അതാ ചേട്ടനെയാരോ താങ്ങിക്കൊണ്ടുവരുന്നു. അയ്യോ, എന്റെ മോൻ എന്തു പറ്റി? പേടിക്കാനൊന്നുമില്ല, ഷവർമ കഴിച്ച് ബോധം കെട്ടു വീണതാണ്. ഏത് കടയിൽ നിന്നാ കഴിച്ചത്? ആ കട നിങ്ങൾ എന്ത് ചെയ്തു? അതപ്പോഴേ ഞങ്ങൾ തല്ലി തകർത്തു. നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അവരെ വെറുതെ വിടാൻ പറ്റുമോ? കേസ് കൊടുത്തിട്ട് ഇനി മറ്റു കാര്യം. എന്റെ ഭഗവാനെ, കേസും കൂട്ടും, ഇതെന്തൊരു വീട്! ഇതിലും ഭേദം വൃദ്ധസദനം തന്നെ. എത്ര നാളായി ഞാൻ പറയുന്നു, ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ഇനി മനസ്സ് മാറുന്നതിന് മുമ്പ് വേഗം റെഡിയായിക്കൊള്ളൂ. നാളെ ഹർത്താലിന് മുമ്പ് എനിക്കിവിടെ തിരിച്ചെത്തണം. ഭൂമിക്ക് ഇതെന്തു പറ്റി? അഭിമാനത്തോടെ നെഞ്ചേറ്റിയും നമ്മുടെ സംസ്കാരവും പൈതൃകവും മറക്കാതെ മക്കളെ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം ലോകത്തിനു പകർന്നു നൽകിയ രാഷ്ട്രപിതാവിന്റെ വാക്കുകൾ നമ്മോട് മുദ്രിക്കുന്നു. മറ്റു ശബ്ദങ്ങൾ തളർന്നാൽ എന്റെ ശബ്ദം കേൾക്കാതിരിക്കില്ല. അത് ആ മൃദുശബ്ദം ഞാനിപ്പോൾ കേൾക്കുന്നു. ആത്മാവിൽ ധീരതയണിഞ്ഞ ആ പ്രത്യയ ശാസ്ത്രം പുതുലോകത്തിന്റെ സംഘർഷങ്ങൾക്ക് മരുന്നായി തീർന്നെങ്കിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹ്
ഹു അല്ലാഹ് സല്ലി റബ്ബി അല നബീനാ 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 അല്ലാഹ് വസ്സലാത്തുക അലൈനാ 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 Allah Salli Rabbi ala Nabina 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 Allah wa salatuka alayna 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 Allah في متئاتك هدانا 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 الله لله للقرى هدينا 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 Allah Salli Rabbi ala Nabina 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 Allah wa salatuka alayna 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 Allah طلع النور المبين مبين مبين الله لله للقرى هدين 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 Allah شين الله ولكعبة الله شين الله ولكعبة الله سأدا عبد قدام الله سيد الله ولكعبة الله وانجلاء الأم غيم سيد الله ولكعبة الله قد يا جد الدوشين سيد الله ولكعبة الله فيك يا بدر تجلى شين الله ولكعبة الله ليك أسكى منك بسلا شين الله ولكعبة الله معيوما أولد قولي شيبة الله عليك الله صلى شيبة الله شين الله ولكعبة الله شيبة الله ഈ ബോധമില്ലാതെ കച്ചവടത്തിന്റെ നേരിട്ട് വിളിച്ച നാളുവരെയെത്തിരെ ഞാൻ വാദിച്ചിരുന്നു
ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്നോ സമ്പത്തും ജീവിത സൗകര്യങ്ങളും പുതിയ ജീവിത സാഹചര്യങ്ങളും മനുഷ്യനെ ആന്തരികമായി ശൂന്യനാക്കിക്കൊണ്ടിരിക്കുന്നു. കുടുംബ ബന്ധങ്ങളും വേദനകളും അവയോടുള്ള സ്വാഭാവികമായ പ്രതികരണങ്ങളുമെല്ലാം പ്രദർശനപരവും പൊങ്ങച്ചം നിറഞ്ഞതുമാണ്. ഭൗതിക സംസ്കാരം എല്ലാ മേഖലയെയും കാർന്നു തിന്നുന്നു. നമ്മുടെ പൈതൃകത്തെയും സംസ്കാരത്തെയും അതിൻ്റെ ഈടുവയ്പ്പുകളെയും നാം അത്രമാത്രം നിസ്സാരമാക്കുന്നു. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? നമ്മൾ
നമ്മൾ പവിത്രമായി കരുതിയ പലതും ശിഥിലമാകുന്നത് നേരിൽ കാണാൻ വിധിക്കപ്പെട്ടത്. നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം, എന്തിനേറെ ഗുരു ശിഷ്യ ബന്ധത്തിന് പോലും ഉലച്ചിൽ തട്ടിയിരിക്കുന്നു. എത്രയെത്ര ദേശസ്നേഹികൾ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അവരുടെ ത്യാഗത്തിന്റെ, ജീവരക്തത്തിന്റെ വിലയാണ് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ആ തിരിച്ചറിവിന്റെ ഊർജം ഉൾക്കൊണ്ട് വർദ്ധിത വീര്യത്തോടെ, ലക്ഷ്യബോധത്തോടെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം കൊണ്ട് യുവതലമുറ സുതാര്യമായ ഒരു രാഷ്ട്രത്തിനു വേണ്ടി പോരാടും. നമ്മുടെ അഭിമാനാർഹമായ വ്യക്തിത്വത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകും. സാമൂഹിക പ്രതിബദ്ധതയുള്ള സമൂഹം പടുത്തുയർത്തേണ്ടത് നമ്മുടെ കടമയാണെന്ന തിരിച്ചറിവ് നല്ല മനസ്സിലേ ഉണ്ടാകും. എവിടെ നല്ല മനസ്സുണ്ടോ അവിടെ സ്വഭാവത്തിന്റെ സൗന്ദര്യമുണ്ടാകും. സ്വഭാവ സൗന്ദര്യം കുടുംബത്തിൽ സന്തോഷമുണ്ടാക്കും. കുടുംബത്തിലെ സന്തോഷം സമൂഹത്തിലെ ഐക്യം, സമൂഹത്തിലെ ഐക്യം രാഷ്ട്രത്തിന്റെ സമാധാനം. എവിടെ മനസ്സ് നിർഭീകവും ശിരസ് ഉയർന്നുമിരിക്കുന്നുവോ, എവിടെ വിജ്ഞാനം സ്വതന്ത്രമായിരിക്കുന്നുവോ, എവിടെ ദേശം ഛിന്ന ഭിന്നമായി